ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ടച്ച് ഓഫ് ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ബോർഡർ സ്റ്റിച്ച് ആയിരുന്നു. അത് നമ്മൾ ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോർഡർ സ്റ്റിച്ചുകൾ ചെയ്ത് പഠിച്ചു. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്ത സ്റ്റിച്ചോട് കൂടിയിട്ട് നമ്മുടെ ബോർഡർ സ്റ്റിച്ചിൻ്റെ കാറ്റഗറി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ ചെയ്ത എല്ലാ സ്റ്റിച്ചുകളും നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഓരോ സ്റ്റിച്ച് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. സ്റ്റിച്ച് ബോർഡിൽ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. നല്ല നീറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഇതേപോലെ മോട്ടീഫും ചെയ്ത് പഠിക്കുക. മോട്ടീഫുകളൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയ സൈസിലുള്ള മോട്ടീഫുകൾ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓരോ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടുള്ള മോട്ടീഫുകൾ ചെയ്യുന്ന സമയത്ത് വലിയ മോട്ടീഫുകൾ യൂസ് ചെയ്തിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോഴുള്ള നമുക്ക് ആ ഒരു സ്റ്റിച്ചസ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുക. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇനി ഓൺലൈൻ ക്ലാസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം. ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. ഞാൻ എൻ്റെ നമ്പർ കൂടി ഇനി വരുന്ന വീഡിയോസിൽ ആഡ് ചെയ്യാം. നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങളെ പറഞ്ഞാലേ ഉള്ളൂ എനിക്കറിയാൻ പറ്റുക. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ എല്ലാവരും കംപ്ലീറ്റ് ആക്കി എടുക്കുക. ചെയ്ത മോട്ടീഫുകളൊക്കെ റെക്കോർഡിലേക്ക് വയ്ക്കുക. അപ്പോൾ എങ്ങനെയാണ് ചെറിയൊരു സിമ്പിളായിട്ട് ഒരു റെക്കോർഡ് ഉണ്ടാക്കാമെന്നൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഒരു നോർമൽ A4 ഷീറ്റിൽ നമ്മുടെ മോട്ടീഫ് പേസ്റ്റ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ മോട്ടീഫുകളൊക്കെ റെക്കോർഡാക്കി കീപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫില്ലിംഗ് സ്റ്റിച്ചിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പൂക്കളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യും. നമ്മളിപ്പോൾ ലേസി ഡേസി സ്റ്റിച്ചൊക്കെ നമ്മൾ ചെയ്തു. അതും ഫില്ലിംഗ് സ്റ്റിച്ച് കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു പിക്ചറിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനുള്ള ആ സ്റ്റിച്ച് ഫില്ല് ചെയ്യാൻ പറ്റില്ല ആ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട്. പക്ഷേ സാറ്റിൻ സ്റ്റിച്ച് ആകുമ്പോൾ നമുക്ക് ഒരു പിക്ചർ അല്ലെങ്കിൽ നമ്മളൊരു മോട്ടീഫ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പിക്ചറിനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് സാറ്റിൻ സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാനതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഞാൻ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വർക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയെടുത്തത് സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. അതിൽ നമുക്കൊരു ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല. ബാക്കി ഏത് സ്റ്റിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാപ്പ് വെച്ചിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സ്റ്റിച്ചിൽ നമുക്ക് ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഫ്ലവർ മാത്രമല്ല, ഏതൊരു ഡിസൈനോ അല്ലെങ്കിൽ ഏതൊരു മോട്ടീഫാണോ നമ്മൾ എടുക്കുന്നത്, ഏതൊരു പിക്ചറാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ച് എംബ്രോയ്ഡറി ചെയ്യുന്നതെങ്കിലും നമുക്ക് ഇതേപോലെ നല്ല നീറ്റായിട്ട് നല്ല തിക്കായിട്ട് നമുക്കൊരു ഗ്യാപ്പൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് ആക്കി ഫിനിഷ് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് വരുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ നോർമൽ ഒരു ചെറിയ പിക്ചർ പോലെ ഞാൻ വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് ലൈൻ വരച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു പെറ്റലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. ഏത് ഷേപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം കൂടുതലായിട്ട് നമ്മൾ ഇതേപോലുള്ള ഷേപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. കൂടുതൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക്
ഫ്ലവേഴ്സ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിത് ഫ്ലവർ പാറ്റേണിൽ യൂസ് ചെയ്യുന്ന ഷേപ്പാണ്. നമുക്കതല്ലാതെ തന്നെ ഇപ്പോൾ ഒരു നോർമലായിട്ട് നമുക്കൊരു സ്ക്വയർ പാറ്റേൺ ആണെങ്കിലും നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഷേപ്പിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനുവേണ്ടി 3 ലെയർ ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് താഴെ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്നോ താഴെ ഭാഗത്ത് നിന്നോ മുകളിൽ നിന്നോ എങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. മുകൾ ഭാഗത്ത് നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ തവണ സൂചി കുത്തി എടുക്കുമ്പോഴും നമ്മൾ ചെയ്ത സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് സൂചി കുത്തിയെടുക്കുക കേട്ടോ. ഇപ്പോഴേ നമുക്ക് ഗ്യാപ്പ് ഇല്ലാതെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. സാറ്റിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് വലിച്ച് ടൈറ്റാക്കി ചെയ്യരുത്. അപ്പോൾ ഫ്രെയിം വയ്ക്കാൻ ചെയ്യുന്നത് ബാക്കിൽ നമ്മുടെ കയ്യിൽ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ലൂസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിച്ച് ടൈറ്റാക്കി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പോ കാര്യങ്ങളൊന്നും കിട്ടില്ല. നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്.
ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ബാക്കിലും വന്നിട്ടുള്ളത് കേട്ടോ. നമുക്കിത് കെട്ടിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു കറക്റ്റ് ഷേപ്പ് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രെയിമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഫ്രെയിം ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്ക് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിച്ച് പിടിച്ച് ചെയ്യുമ്പോഴും നമുക്ക് ആ ഷേപ്പ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ടൈറ്റ് ചെയ്ത് വലിച്ച് ചെയ്യരുത് കേട്ടോ. നമുക്ക് ഈ 2 പാറ്റേണോട് ചെയ്തെടുക്കാം. ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഇവിടെയും ഷാർപ്പാണ് വരുന്നത്. ഈ ഭാഗത്തും, അതായത് സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഷാർപ്പായിട്ടുള്ള എഡ്ജാണ് വരുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഈ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അല്ലെങ്കിൽ നമുക്കിതേപോലെ ചരിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഫസ്റ്റത്തെ സ്റ്റിച്ച് താഴെ നിന്ന് മുകളിൽ നിന്ന് കുത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിത് നമ്മൾ ഈ ഒരു ഇതിലൊക്കെ ചെയ്തതുപോലെ ഒരു സ്ലാൻഡിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാനും പറ്റും. സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഈ 3 ഷേപ്പും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ ലുക്ക് വരുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു സെയിം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് മോട്ടിഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഈ ഒരു പിക്ചറാണ് ഞാൻ മോട്ടിഫിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഫ്രെയിമിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് സാറ്റിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആക്കി എടുക്കാം. നമ്മൾ ഈ ഒരു പെറ്റലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആദ്യം ഈ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് സൂചി കുത്തിയെടുത്തിട്ട് 2 സൈഡിലേക്കും ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഈ ഒരു പെറ്റൽ നീളത്തിലായിരിക്കും നമ്മുടെ സ്റ്റിച്ച് വരിക. ഇനി വീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഇവിടുന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് നമുക്കിങ്ങനെ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ. 2 രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നീളത്തിലും ചെയ്തെടുക്കാം. അതായത് കൂടുതൽ നീളത്തിലുള്ള പെറ്റൽസ് ഒക്കെ ആണെങ്കിൽ നീളത്തിൽ ചെയ്തെടുക്കുന്നതായിരിക്കും ഭംഗി ഉണ്ടാവുക. ചെറിയ പെറ്റൽസ് ഒക്കെ ആണെങ്കിൽ വീതിയിൽ ചെയ്താലും നല്ല ഭംഗിയിലുണ്ടാവും.
അപ്പോൾ നമ്മുടെ എടുക്കുന്ന മോട്ടീഫ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു പെറ്റൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പെറ്റലിൻ്റെ നടുവിലായിട്ടാണ് ഞാൻ സൂചി കുത്തിയെടുത്തിട്ടുള്ളത്. നമുക്കതിന് നേരെ മുകൾ ഭാഗത്ത് ഈ ഒരു പെറ്റലിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് കൂടി ചെയ്തെടുക്കാം കേട്ടോ.
ഫ്ലവേഴ്സ് രണ്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷൻ കൂടി നമുക്കൊന്ന് സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയെടുക്കാം. അതിനുശേഷം ലീഫും അതേ സെയിം സാറ്റിൻ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ലീഫ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നീളത്തിലല്ല, വീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത ആ ഒരു രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പൂക്കളുടെ പെറ്റൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നീളത്തിലായിരുന്നു. ഞാൻ ഈ ഒരു ഭാഗം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് വീതിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു ഡിസൈനിൻ്റെ ഒരു ഷേപ്പിനനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ചെയ്യുന്ന സമയത്ത് അധികം ടൈറ്റാക്കി വലിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അതേപോലെ മുകളിലായിട്ട് ചെയ്യാതെ തൊട്ടടുത്തായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോഴും നമുക്ക് നല്ല നീറ്റായിട്ട് ആ ഒരു പിക്ചർ കിട്ടുക. നമ്മൾ ചെയ്യുന്ന ഡിസൈന് നല്ല വൃത്തിയിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മോട്ടിഫൊക്കെ നല്ല ഭംഗിയിൽ കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അടുത്തടുത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റിലൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കൂടുതലായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല നീറ്റായിട്ട് ഈ സ്റ്റിച്ചുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുക. അതേപോലെ നിങ്ങൾ ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വലിയ സൂചി ഉപയോഗിക്കാതെ ഒരു മീഡിയം സൈസ് സൂചി യൂസ് ചെയ്യുക. നല്ല ഷാർപ്പായിട്ടുള്ള മീഡിയം സൈസ് സൂചി യൂസ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. വലിയ സൂചി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ തവണ കുത്തുമ്പോഴും നമ്മളെ ക്ലോത്തിന് വലിയ ഹോളായിരിക്കും ഉണ്ടാവുക. അപ്പം അടുത്ത സൂചി കുത്തുന്ന സമയത്തും നമുക്ക് നല്ല ഗ്യാപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് ചെറിയ സൂചി, കനം കുറഞ്ഞ സൂചി യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സാറ്റിൻ സ്റ്റിച്ചിൻ്റെ മോട്ടിഫ് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഫ്ലവറിനും അതേപോലെ തന്നെ ലീഫിനും സാറ്റിൻ സ്റ്റിച്ചാണ് കൊടുത്തത്. ബാക്കി ഭാഗങ്ങളിലൊക്കെ ഞാൻ സ്റ്റെം സ്റ്റിച്ച് കൊടുത്തിട്ടാണ് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. നമുക്കിത് ഫ്രെയിമിൽ നിന്നൊന്ന് റിമൂവ് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന മോട്ടിഫ് ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്ത് ബാക്ക് സൈഡ് വെച്ച് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 4 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് റെക്കോർഡ് ബുക്കിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ മോട്ടിഫ് വരുന്നത്.
അയൺ ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് വെച്ച് അയൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ 4 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ വലിയ വലിയ മോട്ടിഫുകൾ ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.